എൻ്റെ പേര് ഫിലിക്സ്. ഞാൻ കേരള പ്രൊഡക്ഷൻ എൻ്റെ പോഡ്കാസ്റ്റ് ഹോസ്റ്റാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷമീലാണ്. ഷമീൽ ഒരു $7 million റവന്യൂ ഉള്ള ഒരു സാസ് കമ്പനി റൺ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഷമീലിന്റെ സ്റ്റോറിയിലേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ള സ്റ്റോറി. വെൽക്കം ഷമീൽ ടു കേരള പ്രൊഡക്ഷൻ. താങ്ക്സ് ഫിലിക്സ്. യെസ്. അപ്പോൾ ഷമീൽ, നമ്മൾ ആദ്യം കണ്ടുപിട്ടുന്നത് കേരള പ്രൊഡക്ഷൻ്റെ ഒരു കാലിക്കറ്റ് ബേസ് മീറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് then you went on to build this SaaS company which is doing several millions of dollars. അതിന് മുമ്പായിട്ട് before we get into what product is and all, we like to know about childhood. അതായത് എങ്ങനെയായിരുന്നു upbringing and how you got into your first internet. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡോളറിലേക്ക് എത്തിച്ചു വേണ്ടി could you share of that? Absolutely. കുറേ വർഷങ്ങൾ മുമ്പുകളാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് 2005 ഞാൻ എൻ്റെ സ്കൂളൊക്കെ ചെയ്തത് ഖത്തറിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി അവിടെ ആയിരുന്നു. സോ ഖത്തറിൽ 10th വരെ പഠിച്ചു. 10th കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാഡ് പ്രീ ഡിഗ്രി. +2 അല്ല, പ്രീ ഡിഗ്രിയാണ്. സോ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഫറൂഖ് കോളേജിൽ വെച്ചിട്ട്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് CET വെച്ച് ട്രിവാൻഡ്രം, അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ കോളേജിൽ പോലും ഇൻ്റർനെറ്റ് ഇല്ല. ഇൻ്റർനെറ്റ് വേണമെങ്കിൽ നമുക്ക് ലാബിൽ പോയിട്ട് വേണം ഇൻ്റർനെറ്റ് എടുക്കാൻ. നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒന്നും ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ടൈമാണ്. അപ്പം ബേസിക്കലി നമുക്ക് കമ്പ്യൂട്ടർ അറിയാം, ഡെഫിനറ്റ്ലി പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇന്നത്തെ പോലത്തെ ഒരു എക്സ്പോഷർ ആ സമയത്തില്ല. അപ്പം നോർമലി ഒരു നോർമൽ എഞ്ചിനീയറിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്ക് പ്ലേസ്മെൻ്റ് ആവും. അങ്ങനെ ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്തു. അവിടെ ഞാനൊരു 4-5 വർഷം വർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് മാറി, EMC. അവിടെ ഞാനൊരു 3-4 വർഷത്തോളം സ്പെൻഡ് ചെയ്തു. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം ജോലി ചെയ്യും, അതിന് ശേഷം ഒരു MBA ഒക്കെ എടുത്തിട്ട് ഗോ ടു മാനേജ്മെൻറ്റ് സൈഡ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷേ എനിക്കൊരു ഒരു MBAയിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഞാനൊരു EMC എന്നുവെച്ചാൽ രണ്ടാമത്തെ കമ്പനി വെക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത്, ഒരു നല്ലൊരു കോളേജിൽ, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ. ആ സമയത്ത് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് തന്നെ എൻ്റെ 1-2 ആപ്സ് ആപ്പ് സ്റ്റോറിൽ ഇറ്റ് വെൻ ടോപ്പ് 10 ഇൻ ആപ്പ് സ്റ്റോർ. ആ സമയത്താണ് ഞാൻ ആലോചിച്ചത് ലെറ്റ് മീ jump to the startup world. So initially our particular app it started giving me revenues. It went top 10 in App Store. I felt this is a great idea. Technology side like one that we build a business of our own. Maybe like unlike before, namakku oru opportunities undu. Ivide irunnu build cheyan, team ne build cheyan, Indian ne build cheyan. The whole world namakku market ne outreach cheyam. Angane njan start off cheyunu. Okay.